കൂലുവള്ളി ശ്രീ മുത്തപ്പൻ മടപ്പുരയിൽ 27-28 തീയതികളിൽ മുത്തപ്പൻ വെള്ളാട്ടം. This news is brought to you by ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. കൂലുവള്ളി ശ്രീ മുത്തപ്പൻ മടപ്പുരയിൽ 27-28 തീയതികളിൽ മുത്തപ്പൻ വെള്ളാട്ടം. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കൂലുവള്ളി ശ്രീ മുത്തപ്പൻ മടപ്പുരയിൽ ശ്രീമുത്തപ്പൻ വെള്ളാട്ടവും ചാമുണ്ടേശ്വരി ദേവസ്ഥാനത്ത് കലശപൂജയും ഏപ്രിൽ 27-28 തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നടക്കും. ആഘോഷത്തിന് തുടക്കം കുറിച്ച് തിങ്കളാഴ്ച രാവിലെ ബ്രഹ്മശ്രീ മേക്കാട്ടില്ലത്ത് ഈശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമവും മൃത്യുഞ്ജയ ഹോമവും ഭഗവതി സേവ എന്നിവയും നടന്നു. ഏപ്രിൽ 28 ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് മുത്തപ്പൻ്റെ മലയിറക്കൽ ചടങ്ങ്, ഉച്ചയ്ക്ക് 12 മണിക്ക് ശ്രീമുത്തപ്പൻ്റെ പുറപ്പാടും തുടർന്ന് പ്രസാദ ഊട്ടും നടക്കും. സ്വർണ്ണപ്രശ്നവിധി പ്രകാരമാണ് ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതെന്നും വരുന്ന ഉത്തരായന കാലത്ത് ക്ഷേത്രത്തിൽ ദേവന്മാരുടെ പ്രതിഷ്ഠാകർമ്മം നടത്തി സ്ഥലദേവതയായി ആരാധിക്കുന്ന ശ്രീ മൂകാംബികാ ദേവിക്ക് ക്ഷേത്രം പണിയാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. നമ്മുടെ കോലുവള്ളിയിൽ ഭക്തജനങ്ങളുടെ ആഗ്രഹമായിരുന്നു ഒരു ക്ഷേത്രം എന്നുള്ളത്. ആ ക്ഷേത്രത്തിൻ്റെ എങ്ങനെ ക്ഷേത്രം വേണമെന്നുള്ളത് പ്രശ്നവിധി പ്രകാരം ആദ്യമായി ഒരു മുത്തപ്പൻ്റെയും തിരുവപ്പൻ്റെയും പഞ്ചലോക പ്രതീക്ഷയോടെയുള്ള ഒരു മടപ്പുര തന്നെ നിർമ്മിക്കണമെന്ന് പ്രശ്നത്തിൽ കണ്ടതിനാൽ ആ മടപ്പുര നിർമ്മാണത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏകദേശം 90% പൂർത്തീകരിച്ചിരിക്കുകയാണ്. എങ്കിലും അതിന് ചുറ്റുമതിലും ഓഫീസുകളും അഗ്നിശാലടക്കം ഇനി വലിയൊരു പണി ബാക്കിയുണ്ട്. സ്വർണ്ണപ്രശ്നം കണ്ടമാതിരി അടുത്ത ഉത്തരായന കാലഘട്ടത്തിൽ, അതായത് ഏകദേശം 6 മാസം കഴിഞ്ഞ് ഇവിടെ തിരുവപ്പൻ്റെയും ശ്രീ മുത്തപ്പൻ്റെയും പഞ്ചലോക പ്രതീക്ഷയോടെയുള്ള ഒരു ശ്രീകോവിൽ തന്നെ ഉണ്ടാവണമെന്നും അതോടുകൂടി ഇവിടുത്തെ ദേവീ സന്നിധമായ സഹസ്രാബ്ദങ്ങൾ മുമ്പ് തന്നെ ഇവിടെ ക്ഷേത്രങ്ങൾ നിലനിന്നതായും അത് മൂകാംബിക ദേവിയുടെ തന്നെ ഇവിടെ ആരാധന സമ്പ്രദായം നിലനിന്നതായും സ്വർണ്ണപ്രശ്നത്തിൽ കണ്ടു. അതുപോലെ തന്നെ നമ്മൾ ആക്കോ ചാമുണ്ടേശ്വരിയിൽ ഇവിടെ അക്കരയിൽ പലരും ആരാധിച്ചിരുന്ന ആക്കോ ചാമുണ്ടി എന്ന ദേവി സമ്പ്രദായത്തെയും നമ്മളിവിടെ കൊണ്ടാടുകയാണ്. ശ്രീ മുത്തപ്പനും തിരുവപ്പനും ആക്കോ ചാമുണ്ടിയും മൂകാംബിക ദേവിയും ഉൾക്കൊള്ളുന്ന ഒരു മഹാക്ഷേത്രത്തിനാണ് ഇവിടെ നമുക്കിനി വരാൻ പോകുന്നത്. അത് സംബന്ധിച്ചിടത്തോളം കോലുവള്ളിയെ സംബന്ധിച്ചിടത്തോളം ഒരു മഹത്തായ ഒരു മാറ്റമാണ് ഉൾക്കൊള്ളുന്നത്. ഇതിന് ശരിക്കും ഭക്തജനങ്ങളുടെ പൂർണ്ണ പിന്തുണകൾ മാത്രമേ ഇനി നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. അതിൻ്റെ മുന്നോടിയായിട്ട് തന്നെയാണ് സ്വർണ്ണവിധി പ്രകാരം ഇന്ന് ഇവിടെ ഗണപതി ഹോമവും മൃത്യുഞ്ജയ ഹോമവും ഭഗവതി സേവയും നടക്കുകയാണ്. നാളെ ശ്രീ മുത്തപ്പൻ്റെ വെള്ളാട്ടവും. ഇതിനോടുകൂടി തന്നെ നമ്മളെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജ്ജപ്പെടുത്തുവാനും ഉഷാറായിപ്പെടുത്തുവാനും 6 മാസത്തിനുള്ളിൽ ഏറ്റവും മനോഹരമായി തന്നെ ശ്രീകോവിൽ പണിതുകൊണ്ട് ശ്രീ ശൈവ വൈഷ്ണവ തേജസ്സായ ശ്രീ മുത്തപ്പൻ്റെയും തിരുവപ്പൻ്റെയും പഞ്ചലോക പ്രതിഷ്ഠയോടെയുള്ളൊരു അമ്പലം ഇവിടെ ഉണ്ടാകുവാനും നമ്മുടെ ആഗ്രഹമാണ്. അതിനെല്ലാവരുടെയും പൂർണ്ണ പിന്തുണ വേണം. കോലുവള്ളിയെ സംബന്ധിച്ച് ഇവിടെ വരുന്ന ഭക്തന്മാർ എന്താവശ്യത്തോടെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നോ അത് ആ സെക്കൻഡിൽ തന്നെ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവരുടെ ആഗ്രഹം സാധിച്ചതായിട്ട് തന്നെ സ്വർണ്ണപ്രശ്നത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു കോലുവള്ളിയെ സംബന്ധിച്ച് ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ ഏതാവശ്യം ഉന്നയിച്ചാലും അത് ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോൾ പറയാനുള്ളത്, നമ്മൾ നിർമ്മാണത്തിലിരിക്കുകയാണ്, മുത്തപ്പൻ്റെ അമ്പലം നിർമ്മാണത്തിലാണ് ഉള്ളത്. അപ്പോൾ പരമാവധി ജനങ്ങൾ ഇതിനോട് കൂടുതൽ സഹകരിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും അടുത്ത ഉത്തരായനത്തിൽ പ്രതിഷ്ഠ നടത്തുന്നതിനോട് അനുബന്ധിച്ച് തന്നെ ദേവിയുടെ മൂകാംബിക ദേവിയുടെ 9ാം ഗണമായ ലക്ഷ്മി ദേവിയാണ് ഇവിടെ കുടികൊള്ളുന്നത്. 1800 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ശങ്കരാചാര്യർ കാവേരിക്കുള്ള യാത്രയിൽ കൂട്ടത്തിൽ ദേവി ഉണ്ടായിരുന്നു എന്നാണ് പ്രശ്നവശാൽ തെളിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ ചെറിയ വർഷമല്ല, 1800 വർഷമാണ് ഇവിടുത്തെ സാന്നിധ്യം. അതുപോലെ തന്നെ നമ്മൾ സ്ഥലദേവതയായിട്ട് ആക്കോ ചാമുണ്ടി അമ്മയാണ് ഇവിടെ കുടികൊള്ളുന്നത്. അപ്പം എല്ലാ ജനങ്ങളും ഇതിനോട് സഹകരിക്കണം. വി രവീന്ദ്രൻ പ്രസിഡന്റ്, മോഹനൻ പാലങ്ങാടൻ സെക്രട്ടറി, കുതിരമ്മൽ കുഞ്ഞിരാമൻ വൈസ് പ്രസിഡന്റ്, കുടിയിൽ കൃഷ്ണനമ്പ്യാർ കൺവീനർ, രാജീവ് CK ഗജാഞ്ചി, CR സുധാമണി മാതൃസമിതി പ്രസിഡന്റ്, കാർത്തിയായനി കുഞ്ഞികൃഷ്ണൻ സെക്രട്ടറി, ഉഷാ മുരളി മാതൃസമിതി രക്ഷാധികാരി എന്നിവരുൾപ്പെടുന്ന കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്.
ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.